അവരോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് അറിയില്ലേ? നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം അവൻ്റെ ദൃഷ്ടാന്തങ്ങളാണല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അവയിലേക്ക് കണ്ണയക്കുന്നില്ല? നിങ്ങൾ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും നോക്കുന്നില്ലേ? ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾ കാണുന്നില്ലേ? ആരാണ് ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത്? പ്രകാശം ചുരത്തുന്ന ചന്ദ്രനെ സൃഷ്ടിച്ചതാരാണ്? സൂര്യനെ സൃഷ്ടിച്ചതാരാണ്? നിങ്ങളെ പടച്ചതും ഈ ഭൂമി നിങ്ങൾക്കായി വിശാലമാക്കി തന്നതും ആരാണ്? പക്ഷേ നൂഹിൻ്റെ സമുദായം ചിന്തിക്കാൻ സന്നദ്ധമായില്ല. അവർ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചില്ല. മാത്രമല്ല, നൂഹ് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ അവർ അത് കേൾക്കാതിരിക്കാൻ വിരലുകൾ ചെവിയിൽ തിരുകി. കേൾക്കാൻ കൂട്ടാക്കാത്തവർ എങ്ങനെയാണ് വസ്തുത മനസ്സിലാക്കുക? ചെവി അടച്ചു പിടിക്കുന്നവർ എങ്ങനെയാണ് കേൾക്കുക? പ്രാർത്ഥന. സമുദായത്തെ ഉപദേശിച്ചുകൊണ്ട് 950 വർഷം നൂഹ് നബി ചെലവഴിച്ചു. എന്നാൽ ആ ജനത അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. അവർ ബിംബാരാധന അവസാനിപ്പിച്ചുമില്ല. അവർ അള്ളാഹുവിലേക്ക് മടങ്ങിയുമില്ല. ഇനി എത്ര നാൾ നൂഹ് കാത്തിരിക്കും? കുഴപ്പങ്ങൾ കണ്ട് എത്ര നാൾ ക്ഷമിച്ചിരിക്കും? അള്ളാഹുവിൻ്റെ വിഭവങ്ങൾ ഭക്ഷിക്കുന്ന ജനങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് എത്ര നാൾ നോക്കിയിരിക്കും? പക്ഷേ മറ്റാരും ക്ഷമിക്കാത്തത്ര നൂഹ് ക്ഷമിച്ചു. ക്ഷമയുടെ 950 വർഷങ്ങൾ. അള്ളാഹു നൂഹിന് ഇപ്രകാരം ബോധനം നൽകി: ഇതിനകം നിന്റെ സമുദായത്തിൽ നിന്ന് വിശ്വസിച്ചവരൊഴികെ മറ്റാരും വിശ്വാസം ഉൾക്കൊള്ളുകയില്ല. ഒരു തവണ കൂടി അദ്ദേഹം തൻ്റെ സമുദായത്തെ ക്ഷണിച്ചു. പക്ഷേ ആ ജനതയുടെ മറുപടി അപ്പോഴും ഇപ്രകാരമായിരുന്നു: നൂഹേ, നീ ഞങ്ങളോട് തർക്കിക്കുന്നു. ഇപ്പോൾ നിന്റെ തർക്കം അതിൻ്റെ ഉച്ചിയിലെത്തി നിൽക്കുന്നു. നീ സത്യസന്ധനാണെങ്കിൽ വാഗ്ദത്തം ചെയ്ത ശിക്ഷ ഞങ്ങളുടെ മേലിറക്കുക. നൂഹ് നബി കോപാകുലനായി. തൻ്റെ ജനതയെക്കുറിച്ച് അദ്ദേഹത്തിന് നിരാശ തോന്നി. അദ്ദേഹം പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, സത്യനിഷേധികളിൽ ഒരാളെയും ഇനി നീ ഭൂമിയിൽ അവശേഷിപ്പിക്കരുതേ. നൂഹ് നബിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇങ്ങനെ ഉത്തരം നൽകി: നാം ആ ജനതയെ മുക്കിക്കൊല്ലാൻ ഉദ്ദേശിക്കുന്നു. നൂഹ് നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരെയും രക്ഷിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു. ഒരു വലിയ കപ്പലുണ്ടാക്കാൻ നൂഹിനോട് അല്ലാഹു കൽപ്പിച്ചു. അദ്ദേഹം കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. നൂഹ് നബി കപ്പൽ നിർമ്മിക്കുന്നത് ആ ജനത കണ്ടു. വൃഥാ വേലയായി മാത്രമേ അവർക്കത് തോന്നിയുള്ളൂ. അവർ നൂഹ് നബിയെ കളിയാക്കി: നൂഹേ, ഇതെന്താണ്? നീ എന്നു മുതലാണ് ആശാരിയായത്? ഞങ്ങൾ പറഞ്ഞില്ലേ ദരിദ്രവാസികളുടെ കൂടെ ഇരിക്കരുതെന്ന്? നീ ഞങ്ങളുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. കൊല്ലപ്പണിക്കാരോടും ആശാരികളോടൊപ്പവുമാണ് നീ കഴിച്ചുകൂട്ടിയത്. അവസാനം നീ തന്നെ ഒരു ആശാരിയായി തരം താഴുകയും ചെയ്തു. ഈ കപ്പൽ എവിടെ ഓടിക്കാനാണ്? നൂഹേ, നിന്റെ കാര്യം മഹാകഷ്ടം തന്നെ. ഈ പൂഴിയിലാണോ നീ ഇതോടിക്കുക? അല്ലെങ്കിൽ കപ്പലുമായി നീ മല കയറുമോ? കടൽ വളരെ വളരെ അകലെയാണ്. ജിന്നുകളാണോ നിന്റെ ഈ കപ്പൽ കടലിലേക്ക് എടുക്കുക? അല്ലെങ്കിൽ കാളകളത് വലിച്ചു കൊണ്ടുപോകുമോ? ഈ പരിഹാസവാക്കുകളെല്ലാം കേട്ടിട്ടും നൂഹ് നബി ക്ഷമിച്ചതേയുള്ളൂ. അതിലും വലുത് കേട്ട് അദ്ദേഹം പണ്ടും ക്ഷമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു: ഇപ്പോൾ നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു. നിങ്ങളെ ഞാൻ പരിഹസിക്കുന്നൊരവസരം വരാനിരിക്കുന്നുണ്ട്. പ്രളയം. അള്ളാഹുവിൻ്റെ വാഗ്ദാനം പുലരാറായിരിക്കുന്നു. ആകാശം മേഘാവൃതമായി. കാർമേഘപാളികൾ കനത്തു. പെയ്തിട്ട് തോരാത്ത ഘോരമായ മഴ. എങ്ങും വെള്ളം തളം കെട്ടി നിൽക്കുന്നു. ജനങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടു. നൂഹിന് അള്ളാഹു ബോധനം നൽകി: നിന്റെ സമുദായത്തിലും നിന്റെ കുടുംബത്തിലുമുള്ള വിശ്വാസികളെ നിന്നോടൊപ്പം കൂട്ടുക. ജന്തുജാലങ്ങളിൽ നിന്നും പറവകളിൽ നിന്നുമുള്ള ഇണകളെയും കൂടെ കൂട്ടാൻ അള്ളാഹു നൂഹിനോട് കൽപ്പിച്ചു. കാരണം പ്രളയം ഒരു പൊതു ഭവിഷ്യത്താണ്. മനുഷ്യർക്കോ ജീവികൾക്കോ അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. അള്ളാഹു കൽപ്പിച്ചതുപോലെ നൂഹ് പ്രവർത്തിച്ചു. പറവകളിൽ നിന്നും മറ്റു ജീവികളിൽ നിന്നും ഓരോ ജോഡി ഇണകളെയും കപ്പലിൽ പ്രവേശിപ്പിച്ചു. കപ്പൽ സഞ്ചരിച്ചു തുടങ്ങി. മലകൾ പോലുള്ള തിരമാലകൾക്ക് മുകളിലൂടെ കപ്പൽ സഞ്ചരിച്ചു. കപ്പലിൽ കയറാത്തവർ കുന്നുകളിലും മലകളിലും കയറി നിന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പരക്കം പായുകയാണ്. എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് ആരാണ് അവരെ രക്ഷിക്കുക? നൂഹ് നബിക്കൊരു മകനുണ്ടായിരുന്നു. സത്യനിഷേധികൾക്കൊപ്പമായിരുന്നു അവൻ. പ്രളയത്തിലകപ്പെട്ട നിലയിൽ മകനെ കണ്ടപ്പോൾ നൂഹ് പറഞ്ഞു: പ്രിയപ്പെട്ട മകനെ, നീ ഞങ്ങളോടൊപ്പം കപ്പലിൽ കയറുക. നീ സത്യനിഷേധികൾക്കൊപ്പം നിൽക്കരുത്. ഞാൻ മലകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം. മകന്റെ മറുപടി അങ്ങനെയായിരുന്നു. നൂഹ് നബി പറഞ്ഞു: അള്ളാഹുവിൻ്റെ കാരുണ്യം സിദ്ധിച്ചവർക്കൊഴികെ ഇന്ന് രക്ഷയില്ല. തിരമാലകൾ ഇരമ്പി വന്നു.
മകനെ ഓർത്ത് അദ്ദേഹം വല്ലാതെ സങ്കടപ്പെട്ടു. എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? തന്റെ മകനല്ലേ. ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലും അന്ത്യനാളിൽ നരകാഗ്നിയിൽ നിന്ന് തന്റെ മകൻ രക്ഷപ്പെടണമെന്ന് നൂഹ് നബി ആഗ്രഹിച്ചു. കാരണം വെള്ളത്തേക്കാൾ കഠിനമാണ് അഗ്നി. അന്ത്യനാളിലെ ശിക്ഷ അതികഠിനമാണ്. അദ്ദേഹം ആലോചിച്ചു, തന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാമെന്ന് അള്ളാഹു വാക്ക് പറഞ്ഞതല്ലേ? അതെ, അള്ളാഹുവിൻ്റെ വാക്ക് പരമസത്യമാണ്. നൂഹ് നബി ആത്മഗതം കൊണ്ടു. മകന് വേണ്ടി അള്ളാഹുവോട് ശുപാർശ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. നൂഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എൻ്റെ മകൻ എൻ്റെ കുടുംബാംഗമാണ്. നിന്റെ വാഗ്ദത്തം സത്യമായി പുലരുന്നതാണല്ലോ. വിധികർത്താക്കളിൽ ഉത്തമനാണ് നീ. അള്ളാഹു കുടുംബമഹിമ പരിഗണിക്കുന്നവനല്ല. അവൻ്റെ നോട്ടം ജനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയില്ല. ബഹുദൈവ വിശ്വാസി നബിയുടെ മകനാണെങ്കിൽ കൂടി. അള്ളാഹു നൂഹ് നബിയെ ഇപ്രകാരമുണർത്തി, നൂഹ്, അവൻ നിന്റെ കുടുംബാംഗമല്ല. ദുഷ്ടകൃത്യങ്ങൾ ചെയ്യുന്നവനാണവൻ. നിനക്കറിയാത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നീ അഭ്യർത്ഥന നടത്തരുത്. വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുതെന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. കാര്യങ്ങൾ നൂഹ് നബിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പശ്ചാത്തപിച്ചു, നാഥ, അറിയാത്തവയെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. എന്നോട് നീ കരുണ കാണിക്കുകയില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും. പ്രളയത്തിന് ശേഷം അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നിഷേധികൾ പ്രളയത്തിൽ മുങ്ങി നശിച്ചു. വെള്ളം വറ്റി കപ്പൽ ജൂതീപർവ്വതത്തിൽ നങ്കൂരമിട്ടു. അക്രമകാരികളിൽ നിന്ന് ഏറെ അകലത്തുള്ള പ്രദേശമായിരുന്നു അത്. അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, സമാധാന ചിത്തനായി കപ്പലിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുക. അദ്ദേഹവും വിശ്വാസികളും കപ്പലിൽ നിന്ന് ഇറങ്ങി. അവർ സമാധാന ചിത്തരായി കരയിലൂടെ നടന്നു. അക്രമികൾ ഒന്നടങ്കം നാശമടഞ്ഞു. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അള്ളാഹു അനുഗ്രഹിച്ചവരെ ഭൂമിയിൽ ആസകലം അവൻ അധിവസിപ്പിച്ചു. അവരിൽ നിന്ന് ജനസമൂഹങ്ങളുണ്ടായി. പ്രവാചകന്മാരും രാജാക്കന്മാരുമുണ്ടായി. നൂഹ് നബിയിൽ സദാ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാവട്ടെ.